നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കിൻ്റെ റെസിപ്പി നോക്കിയാലോ. ചിക്കൻ വെച്ചിട്ടാട്ടോ നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. ഭയങ്കര ടേസ്റ്റാണ്, ഉണ്ടാക്കാനും ഭയങ്കര ഈസിയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഉണ്ടാവും കേട്ടോ. പിന്നെ ഒരു പച്ചമുളകും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചിട്ട് ഞാൻ ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വഴണ്ടി വരുമ്പോഴത്തേക്കും നമുക്ക് ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 2 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. 2 ഉള്ളി ചെറുതാക്കി അരിഞ്ഞിട്ട് ഇതേപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. വഴണ്ടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാപ്സിക്കും ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കാം. അതൊന്ന് വഴണ്ടി വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും കുരുമുളക് പൊടിയും മാത്രമാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ആ പൊടികൾ കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലോണം ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഏകദേശം പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി നല്ലതുപോലെ തന്നെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊരിച്ച് വെച്ചിട്ടുള്ള ചിക്കനാണ് കേട്ടോ. അത് നമുക്ക് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം, അല്ലെങ്കിൽ കൈ വെച്ചിട്ട് ഒന്ന് പിച്ചി പറിച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ചിക്കനും നമ്മളുടെ മസാലയും എല്ലാം നല്ലതുപോലെ തന്നെ വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഇളക്കിയിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്കുള്ള മാവ് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 4 മുട്ട പൊട്ടിച്ചിട്ട് നമുക്കിത് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ മുട്ട ഇതാ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് 4 സ്പൂൺ മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ മുട്ടേൻ്റെ ഒരു സ്മെല്ലൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് കുരുമുളക് പൊടി ചേർക്കുന്നത്. അപ്പോൾ അത് കുറച്ച് അതും ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നമുക്ക് വേണ്ടത് പാലാണ് കേട്ടോ. അപ്പോൾ ഒരു 1/4 ഗ്ലാസ് പാലും കൂടി ഒഴിച്ചിട്ട് നല്ലോണം ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കാം. ഇനി നമ്മൾ ഏതൊരു പാത്രത്തിലാണോ ഇത് ഉണ്ടാക്കാൻ പോകുന്നത് ആ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിലോ നെയ്യോ തടവി എടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുക്കറിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ ഒരു ബാറ്റർ ഇതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു മസാല ഉണ്ടല്ലോ, അത് നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ ചിക്കൻ്റെ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ബാക്കിയുള്ള മാവും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഫുള്ളായിട്ട് തന്നെ നമ്മൾ മാവൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 10-15 മിനിറ്റോളം ഇത് വേവിച്ചെടുക്കാം കേട്ടോ. കുക്കറിൻ്റെ വിസിൽ ഊരി മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു പകുതി വേവാകുമ്പോൾ നമ്മൾ ഇതേപോലെ ക്യാപ്സിക്കോ തക്കാളിയോ നമ്മുടെ കയ്യിൽ എന്താ ഉള്ളതെന്ന് വിചാരിച്ചാൽ അതും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഒരു 10 മിനിറ്റ് ആകുമ്പോൾ ആദ്യം ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ. ആയിട്ടില്ലെങ്കിൽ ഒന്നും കൂടി ഒരു 5 മിനിറ്റും കൂടെ വെച്ചിട്ട് ഇതേപോലെ സ്പൂണോ ഫോർക്കോ അല്ലെങ്കിൽ കമ്പിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കുത്തി നോക്കാം കേട്ടോ. ക്ലീൻ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മളുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിന് ചിക്കൻ കേക്കെന്നും ഇറാനി പോളാന്നും അതേമാതിരി ചിക്കൻ പോളാന്നും ഒക്കെ പറയൂ കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്നും കൂടി ഒന്ന് പറയണേ. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഓയിലോ എണ്ണയോ ഒന്നും ഇല്ലാത്ത ഒരു അടിപൊളി പലഹാരമാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.